അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ ത്വയ്യിബിൻ, നല്ല ഹലാലായത് അല്ലാഹുവിന് പൊരുത്തമുള്ളത് നിങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ വലാ യഖ്ബലു അല്ലാഹു ഇല്ല ത്വയ്യിബ്, ഏറ്റവും നല്ലതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നല്ലത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊടുക്കുക, അങ്ങനെ ആവരുത്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കീറിയ കുപ്പായം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയണേ, ഈ കീറിയ കുപ്പായം, അന്നൊക്കെ കീറുന്ന കുപ്പായൊക്കെ തുന്നിയിട്ട് ആൾക്കാർ ഉപയോഗിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, സൂചി നൂലോ ഒരു വീട്ടിലില്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ കൊണ്ടുപോയി മാറ്റാൻ തുടങ്ങിയത്. നമ്മളൊക്കെ തുന്നി നടന്നത്. യാ അല്ലാഹ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാം, ഞാനിത് ദാനം ചെയ്യട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. പിന്നെ ഞാൻ ചിന്തിക്കും, പടച്ചോനെ, നാളെ ഖിയാമത്ത് നാളിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ സ്വതക്ക അല്ലാഹ് എടുത്ത് കാണിക്കുമ്പോൾ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ കീറിയ കുപ്പായല്ലേ അല്ലാഹ് കാണിച്ചു കൊടുക്കുക. അത് മടിച്ചിട്ട് ഞാൻ കൊടുക്കാതിരിക്കുകയാണ്. യാ അല്ലാഹ്. കാരണം കീറിയത് കൊടുക്കുന്നത് മോശമല്ലേ, നല്ലതല്ലേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, നമുക്കിഷ്ടപ്പെട്ടത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് കൊടുക്കുക, അതിന് വലിയ കൂലിയാണ്. അത് ഈത്തപ്പഴമാണെങ്കിൽ തന്നെയും കാരുണ്യവാനായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങളിൽ ആ ദാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് കൊടുത്താൽ ഒരു 10 രൂപ കൊടുത്തു, 100 രൂപ, 1000 രൂപ കൊടുത്തു, 1,00,000 കൊടുത്തു, അത് അതായിട്ട് മാത്രം നിൽക്കുകയല്ല, അതിനെ അല്ലാഹു വളർത്തും. ഒരു പർവ്വതത്തിനേക്കാളും വലുതായിട്ടത് വളർന്നു വരും. തങ്ങൾ പറയാ, ഫുലുവ് എന്ന് പറഞ്ഞാൽ കുതിരയുടെ കുട്ടിക്കാ പറയാ. കുതിരയുടെ കുട്ടിയെ നിങ്ങൾ തീറ്റ കൊടുത്ത് വളർത്തിയ കുഞ്ഞ് വലുതായി ഒരു വലിയ കുതിരയായി മാറുന്നില്ലേ എന്നതുപോലെ നിങ്ങളുടെ ചെറിയ ദാനം അല്ലാഹു വളർത്തി മല പോലെ ഉയർന്നതായി റബ്ബ് കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.